റിയാക്ട് ഡെവലപ്പേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും API റിക്വസ്റ്റും API കോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അതായത് എന്തെങ്കിലും ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്റ്റേണൽ APIസോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റം APIs ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ചില കേസിൽ നമുക്ക് അറ്റ് എ ടൈമിൽ സെയിം ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ പോകുന്ന ചില ഇത് വന്നിട്ടുണ്ടല്ലോ. അതായത് ഇപ്പൊ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന API റിക്വസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ പോകേണ്ട വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഓട്ടോ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓട്ടോ കംപ്ലീറ്റിന്റെ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ഇപ്പൊ ഈ ഓട്ടോ കംപ്ലീറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു API ഉണ്ട്. ആ API മൂവീസിന്റെ മൂവി ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തിട്ട് വന്ന് ഈ ഇന്റർഫേസിലേക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഈ നെറ്റ്വർക്ക് ടാബും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എത്ര റിക്വസ്റ്റ് പോകുന്നുണ്ടെന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പൊ ഞാനൊരു മൂവി നെയിം ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അറ്റ് എ ടൈമിൽ പോകുന്നുണ്ട് അല്ലെ. ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചും ഓരോ റിക്വസ്റ്റ് പോകുന്നുണ്ട്. അത് ഞാൻ കോഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഇന്റർഫേസ് നോക്കിയാൽ മതി. പിന്നെ ഞാനിവിടെ സെർച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ലേറ്റസ്റ്റ് എന്റെ ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ ഉള്ളത് ആ വാല്യൂ ആയിട്ട് മാച്ച് ആകുന്ന ഒരു റിസൾട്ട് അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇന്റർഫേസിൽ കാണുന്നത്. നമ്മൾ ടോയിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോയ് ടൈറ്റിലായിട്ട് വരുന്ന മൂവീസ് മാത്രമേ ആക്ച്വലി ഇവിടെ ഡിസ്പ്ലേ ചെയ്യാവുള്ളൂ. പക്ഷെ ആ ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് അല്ല കിട്ടിയത്. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ API റിക്വസ്റ്റുകളെല്ലാം അറ്റ് എ ടൈമിൽ ഇങ്ങനെ പോയിട്ട് ഈ ലേറ്റസ്റ്റ് റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ ആദ്യം വന്നിട്ടുണ്ടാവുക. ലേറ്റസ്റ്റ് API റിക്വസ്റ്റിന്റെ റിസൾട്ട് ആയിരിക്കും ഫസ്റ്റ് വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ തൊട്ട് പ്രീവിയസ് ഒക്കെ വരിക. ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇതിന്റെ റെസ്പോൺസ് API തരുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ലേറ്റസ്റ്റ് റിസൾട്ടിനെ ഓൾഡ് റിക്വസ്റ്റിന്റെ റിസൾട്ട് വെച്ചിട്ട് ഓവർ റൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തൊട്ട് പഠിക്കുന്നതാണ് റേസ് കണ്ടീഷൻ അല്ലെ. ഇനി നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് ക്വിക്ക് സക്സേഷനുള്ള മൾട്ടിപ്പിൾ API റിക്വസ്റ്റ് പോകുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അബോർട്ട് കൺട്രോളർ API. അതായത് ഇത് റിയാക്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു API ഒന്നല്ല. പക്ഷെ ഒരു റിയാക്ടിലാണ് നമ്മൾ ഇന്നത്തെ എക്സാമ്പിൾ നോക്കുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കേസിലാണോ ഞാൻ കാണിക്കുന്നത്. അപ്പം അബോർട്ട് കൺട്രോളർ API എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് API ആണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരുടെ മെയിൻ പ്രോസസ്സ് ശ്രദ്ധിച്ചോ. അതായത് ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ നടക്കുകയാണ്. ഒരു API റിക്വസ്റ്റോ എന്തെങ്കിലും ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ റിക്വസ്റ്റിനെ ഈ ഒരു APIക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ ആയിട്ട് ഡാറ്റ ഫെച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റിനെ APIക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ കേസിൽ യൂസ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഇതുപോലെ മൾട്ടിപ്പിൾ API റിക്വസ്റ്റ് പോകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു API റിക്വസ്റ്റ്, അതായത് ലേറ്റസ്റ്റ് API റിക്വസ്റ്റ്, ഏതെങ്കിലും ഒന്നല്ല ലേറ്റസ്റ്റ് API റിക്വസ്റ്റിനെ അവിടെ നിർത്തിയിട്ട് അതിന്റെ തൊട്ട് പ്രീവിയസ് ഉള്ളതിനെല്ലാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കും? ഒന്ന് ഏറ്റവും കൂടുതലുള്ളത് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് അല്ലെ. ഇതുപോലെ അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ API റിക്വസ്റ്റ് പോകുന്ന സമയത്തിനേക്കാളും പ്രീവിയസ് വണ്ണിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാൻഡ്വിഡ്ത്ത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോസസിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പിന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റേസ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മോസ്റ്റ് റീസെന്റ് റിസൾട്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഓൾഡ് റിസൾട്ട് വെച്ച് ഇപ്പൊ നമ്മൾ കണ്ട പോലെ ഓവർ റൈഡ് ആവൂല. പിന്നെ എന്താണ്? അൺനെസസറി ആയിട്ടുള്ള നെറ്റ്വർക്ക് റിസൾട്ട് പോകൂല. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് വണ്ണിനെ അബോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവണ്ടോ നമ്മൾ ഇങ്ങനെ ക്വിക്ക് ആയിട്ട് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ലേറ്റസ്റ്റ് ടൈപ്പ് ചെയ്ത ആ ഒരു ക്വറി സ്ട്രിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു റിസൾട്ട് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇതൊരു ജാവാസ്ക്രിപ്റ്റിന്റെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള API ആണ് കേട്ടോ. ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഇനി ഞാൻ വിഷ്വൽ സ്റ്റുഡിയോയിൽ എന്റെ ഈ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഈ കോഡ് ഞാൻ ചെയ്യാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്ട് ആക്ച്വലി ഇതൊരു പ്രൊജക്ട് എന്നുള്ളതില്ല, ഒരു സിംഗിൾ ഫയലാണ്. പിന്നെ API ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഡാറ്റ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡാറ്റ ഫയലിൽ മൂവി ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സിംഗിൾ പേജ് ഡോട്ട് TXS ഫയൽ മാത്രമേ നമുക്കുള്ളൂ. ഒരു മെയിൻ TXS ഫയൽ ഉണ്ട്. അവിടെ ഞാനിതൊന്ന് ബാക്ക് അടിച്ച് കാണിച്ചു തരാം. വ്യൂ മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ
ഉള്ളിലെ പേജിലേക്ക് വരാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഈ പേജ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമ്മൾ യൂസ്റ്റേഡ് ഹുക്കും അതുപോലെ തന്നെ ഇമേജ് യൂസ്റ്റേഡ് ഹുക്ക് റിയാക്റ്റിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലൈന്റ് കോമ്പോണന്റ് ആണ് കേട്ടോ ഇത്. ക്ലൈന്റ് കോമ്പോണന്റിൽ അല്ലേ ഹുക്ക് വർക്ക് ആവുള്ളൂ. ഞാൻ നെക്സ്റ്റേഴ്സിന്റെ സീരീസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റേഴ്സിന്റെ ഫ്രെയിം വർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ഒക്കെ ഡെപ്ലിക്കേറ്റ് ചെയ്തപ്പം അവര് തന്നെ ഒഫീഷ്യലി റിയാക്ട് തന്നെ ഇപ്പം സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിൽ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ബെറ്റർ ഫ്രെയിം വർക്കാണ് നെക്സ്റ്റേഴ്സ്. നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവര് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ട്യൂട്ടോറിയലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ക്ലൈന്റ് കോമ്പോണന്റ് ആണിത്. ഹുക്സ് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ലിസണേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ക്ലൈന്റ് കോമ്പോണന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. പിന്നെ ഇമേജ് കോമ്പോണന്റ് നെക്സ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മൂവി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു മൂവി പേജ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് 2 സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊറി, ഈ കൊറിയിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലാണ് API റിക്വസ്റ്റ് പോയി തിരിച്ചു വരുന്ന ഡാറ്റ എടുത്തു വെക്കുന്നത്. ഈ ഫംഗ്ഷൻ ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് JXSൽ എന്താ നടക്കുന്നത് നോക്കാം. അപ്പൊ JXSൽ ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ ആ ഒരു ഹെഡിങ് പിക്സർ മൂവി സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹെഡിങ്ങും ഉണ്ട്. സോറി, ഞാൻ ആ ഹെഡിങ്ങിന്റെ കളർ വൈറ്റ് കൊടുത്തോണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ടെയിൽവിന്റെ ക്ലാസ് ഒക്കെ ആട്ടോ ഇതൊക്കെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്റെ ട്യൂട്ടോറിയൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് നെയിം കൊറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാല്യൂം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് പ്രോപ്പർട്ടി കൊറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓൺ ചേഞ്ച് ഇവന്റിന്റെ അകത്ത് ഹാൻഡിൽ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനാണ് ഞാൻ ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ ഒരു പ്ലേസ് ഹോൾഡർ ഉണ്ട്, സെർച്ച് മൂവീസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺസ് ഈ ഒരു റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ റിസൾട്ടിൽ കൂടെ മാപ്പ് ചെയ്തിട്ട് ആ ഒരു ഇമേജ്, ആ ഒരു ടൈറ്റിൽ, നമ്മൾ നേരത്തെ ഞാൻ ആ ഒരു ഡാറ്റ ഫയൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ അകത്ത് പോസ്റ്ററിന്റെ അകത്ത് ഇമേജ് കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഹൈറ്റ് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമേജിന്റെ ഇയർ, ടൈറ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്പാനിലും അതുപോലെ പാരഗ്രാഫ് ടാഗിലും ഒക്കെ ആയിട്ട് ഒരു ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ ഓരോ മൂവീനെ ആയിട്ട് എടുത്ത് ഡിസ്പ്ലേ ചെയ്യുവാണ്. ഇൻ കേസ് ഡാറ്റ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റ ഇല്ലെങ്കിൽ നോ ഡാറ്റ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടെ കാണിക്കും കേട്ടോ. എല്ലായിടത്തും ഞാൻ ഈ വൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അബൌട്ട് കൺട്രോൾ. അപ്പൊ ഈ ഒരു കോഡിന്റെ ഇഷ്യൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അറ്റ് ടൈമിൽ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് പോയി ഓൾഡ് സ്റ്റേറ്റ് ന്യൂ സ്റ്റേറ്റിനെ ഓവർ റൈറ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് അബൌട്ട് കൺട്രോളർ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇന്ന് യൂസ്റഫ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. നമുക്ക് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഈ ഒരു ഇൻസ്റ്റൻസ് കിട്ടും, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ യൂസ്റഫ് ഹുക്ക് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. റിയാക്ടില് ബിൽറ്റ് ഇൻ ഹുക്കാണ് യൂസ്റഫ് ഹുക്കിന്. ഈ യൂസ്റഫ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് ഇനിഷ്യൽ വാല്യൂ നള്ളാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു അബൌട്ട് കൺട്രോളറിന്റെ ഇൻസ്റ്റൻസ് ആയിരിക്കും. കറണ്ട് ഇൻസ്റ്റൻസിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ യൂസ്റഫ് ഹുക്കിന് അബൌട്ട് കൺട്രോളർ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് അത് ഓർ നൾ എന്ന് പറഞ്ഞ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിന്റെ അകത്തേക്ക് അപ്പോൾ റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത ത്രൂ ഔട്ട് ഈ പേജിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ. ഈ ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്രോസ് ഈ പേജിൽ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അബൌട്ട് കൺട്രോൾ ക്ലാസ്സിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതായത് കറണ്ട് റിക്വസ്റ്റിനെ, ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് കറണ്ട് റിക്വസ്റ്റിനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഈ API റിക്വസ്റ്റിനെ തൊട്ട് മുകളിലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് കറണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാലോ. ഇനി നിങ്ങൾക്ക് ഹുക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ എല്ലാ ഹുക്സിന്റെയും സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ട്യൂട്ടോറിയലിന്റെ റിയാക്ടിന്റെ പാർട്ടായിട്ടും ചെയ്തിട്ടുണ്ട്. ഹുക്സ് മാത്രം വേണമെങ്കിൽ ഹുക്സിന്റെ ട്യൂട്ടോറിയൽ നോക്കുക, അല്ല കംപ്ലീറ്റ് റിയാക്ട് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്യൂട്ടോറിയൽ നോക്കുക കേട്ടോ.
അവർ നമ്മൾ പഴയ ക്ലാസ് കോമ്പോണന്റ് തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫങ്ഷണൽ കോമ്പോണന്റിലേക്ക് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അബോർട്ട് കൺട്രോളർ ക്ലാസ്സിന് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഈ ഒരു യൂസ് റെഫറൻസ് ഹുക്കിന്റെ കറണ്ട് ഇൻസ്റ്റൻസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. സോറി, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ന്യൂ കീവേഡ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഈ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം എവിഡന്റ് ആണ്. അതായത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് ഇപ്പം ഓൺഗോയിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് വേണം പുതിയ ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ കൺട്രോളറിൽ കറണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് അബോർട്ട് മെത്തേഡ്. അപ്പൊ ഈ ഒരു അബോർട്ട് മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓൺ ഗോയിങ് ആയിട്ടുള്ള ആ ഒരു റിക്വസ്റ്റിനെ ഇവിടെ ക്യാൻസൽ ചെയ്യും, അതായത് അബോർട്ട് ചെയ്യും. അപ്പം അബോർട്ട് പ്രീവിയസ് റിക്വസ്റ്റിനെ ഇവിടെ അബോർട്ട് ചെയ്തിട്ട് പുതിയ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ റിക്വസ്റ്റിനെ ഈ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു കറണ്ട് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അബോർട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് സിഗ്നൽ പ്രോപ്പർട്ടി. ഈ സിഗ്നൽ പ്രോപ്പർട്ടി നമ്മുടെ API റിക്വസ്റ്റിന്റെ കൂടെ പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നൽ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ഒരു പ്രീവിയസ് റിക്വസ്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിഗ്നലിനെ ആക്സസ് ചെയ്യണം. കോൺസ്റ്റ് സിഗ്നൽ ഈക്വൽ ടു കറണ്ട് റിക്വസ്റ്റിന്റെ ഒരു സിഗ്നലിനെ ആക്സസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു റിക്വസ്റ്റിന്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. സോറി, ഇവിടെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു സ്പെല്ലിംഗ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ റെഫറൻസ് ക്രിയേറ്റ് ചെയ്തു. അത് അബോർട്ട് കൺട്രോളർ ക്ലാസിന്റെ ഇൻസ്റ്റന്റ് ആയിരിക്കും. പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ അബോർട്ട് ചെയ്യും. പുതിയ ക്ലാസിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു റെഫറൻസിലേക്ക് അസൈൻ ചെയ്യും. റിക്വസ്റ്റിന്റെ കൂടെ സിഗ്നൽ പാസ് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ ഇന്റർഫേസിൽ വന്നിട്ട് ഒന്നും കൂടെ ഇത് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി നിങ്ങൾ നെറ്റ്വർക്ക് ടാബിലേക്ക് നോക്കിയോ, നമ്മൾ ടൈപ്പ് ചെയ്തതിനനുസരിച്ച് പ്രീവിയസ് റിക്വസ്റ്റ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയിരിക്കുന്നത് കണ്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ലല്ലോ ടോയിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോയിന്റെ റിസൾട്ട് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആ നേരത്തെ എന്താ കണ്ടത്, ടോയിന്റെ റിസൾട്ട് വന്നിട്ട് അതിന്റെ പ്രീവിയസ് റിസൾട്ട് അതിനെ വെച്ച് ഓവർറൈഡ് ചെയ്യുന്ന കണ്ടില്ലേ, അത് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ക്യാൻസലേഷൻ കണ്ടില്ലേ പ്രീവിയസ് റിക്വസ്റ്റിനെ. ഇനി നിങ്ങൾ കൺസോളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എറർ കാണാം. കാരണം ഈ എററിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഇവിടെ എന്താ പറയാ ഒരു ഇതിനെ റിക്വസ്റ്റിനെ നമ്മൾ അബോർട്ട് ചെയ്തു. അപ്പൊ അത് നോർമലായിട്ട് ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, റിയാക്ട് എന്ത് ചെയ്യും, അതൊരു എറർ ആയിട്ട് ത്രോ ചെയ്യും. സോ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സാധാരണ നമ്മൾ ഒരു എറർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ട്രൈ ക്യാച്ച് ബ്ലോക്കിന്റെ അകത്ത് നിന്നിട്ടാണ് അല്ലെ. അപ്പം ഞാൻ ഈ ഒരു അസിൻക്രണസ് ഫംഗ്ഷന്റെ കംപ്ലീറ്റ് കോഡിനെ ഒരു ഹാൻഡ് ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ ട്രൈ ക്യാച്ച് ബ്ലോക്കിലേക്ക് ഒന്ന് എൻക്ലോസ് ചെയ്യുവാണ് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ എറർ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്താൽ മതി. ഈ എറർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, കാരണം അതൊരു എറർ അല്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ തന്നെ മാനുവലി അബോർട്ട് ചെയ്തതാണ് അതിനെ. എക്സെപ്ഷൻ ഒബ്ജക്റ്റ് വരും, ഇതിന്റെ അകത്ത് ചെക്ക് ഈ ഡോം എക്സെപ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതിന്റെ നെയിം ആക്സസ് ചെയ്യാം. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് അബോർട്ട് എറർ ആയിരിക്കും കേട്ടോ. അപ്പൊ അബോർട്ട് എറർ അല്ലോ എന്ന് നോക്കുക. അബോർട്ട് എറർ അല്ലാത്ത ബാക്കി എക്സെപ്ഷൻസ് മാത്രം ആ എററിനെ കൺസോൾ ചെയ്യാം. റിക്വസ്റ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് കോഡിനെ എടുത്ത് ഒരു ട്രൈ ക്യാച്ചിലേക്ക് കൊണ്ടുവരും. ഇനി നമുക്ക് ഒന്നുകൂടെ പോയിട്ട് ഇന്റർഫേസിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ കൺസോൾ എററും കൂടെ ഞാനൊന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. കാരണം നമ്മൾ ആ എറർ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ ഒരു കൺസോൾ എറർ വരും. ആ കൺസോൾ എറർ ക്ലിയർ ആയി നമുക്ക് പ്രോപ്പർ ആയിട്ട് റിസൾട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഞാൻ ഈ ഒരു നെക്സ്റ്റ്.js കോഡ് നിങ്ങൾക്ക് ഗിറ്റിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നിട്ട് ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു കൺട്രോളർ API അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ്. പിന്നെ നമ്മൾ റിയാക്ടിന്റെ വീഡിയോസ് ചെയ്തിട്ടും കുറെ ആയല്ലോ. റിയാക്ടിന്റെ വീഡിയോസ് നെക്സ്റ്റ്.jsന്റെ ഓൾറെഡി നമ്മൾ കുറെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഇന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്